പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്ന മലയോര ഗ്രാമത്തിലെ ഒരു സാധാരണ കർഷകനായിരുന്നു രാമചന്ദ്രൻ. 55 വയസ്സുള്ള അദ്ദേഹത്തിന്റെ മുഖത്ത് എപ്പോഴും ദാരിദ്ര്യത്തിന്റെ കരിനിഴൽ പടർന്നിരുന്നു. അധ്വാനിയായ രാമചന്ദ്രന് ആകെ ഉണ്ടായിരുന്നത് അര-ഏക്കർ നെൽപ്പാടം മാത്രമാണ്. അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഒരു വലിയ കുടുംബം പുലർത്തുക എന്നത് തികച്ചും പ്രയാസമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ജാനകി ഒരു തികഞ്ഞ വീട്ടമ്മയാണ്. അവർക്ക് 4 പെൺമക്കളും 2 ആൺമക്കളും ഉണ്ടായിരുന്നു. മൂത്ത മകൾ ആതിര, രണ്ടാമത്തവൾ മാളവിക, മൂന്നാമത്തവൾ അഞ്ജന, ഏറ്റവും ഇളയവൾ നന്ദന എന്നിവരായിരുന്നു പെൺമക്കൾ. 2 ആൺകുട്ടികളും അടുത്തുള്ള സർക്കാർ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. രാമചന്ദ്രന് കൃഷിപ്പണി കൊണ്ട് മാത്രം കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ അദ്ദേഹം തൃശൂരിലെ ഒരു സ്വകാര്യ മില്ലിൽ സെക്യൂരിറ്റിയായി ജോലി നോക്കിയിരുന്നു. അവിടെ നിന്നും ലഭിക്കുന്ന തുച്ഛമായ ശമ്പളം കൊണ്ടാണ് ആ 8 അംഗ കുടുംബം ജീവിച്ചു പോകുന്നത്. എന്നാൽ രാമചന്ദ്രനെ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്നത് പെൺമക്കളുടെ വിവാഹപ്രായമായിരുന്നു. മൂത്ത മകളായ ആതിരക്ക് 26 വയസ്സ് തികഞ്ഞിരുന്നു. ഗ്രാമത്തിലുള്ളവർ വഴിയിൽ വെച്ച് രാമചന്ദ്രനെ കാണുമ്പോൾ മകളുടെ കല്യാണത്തെക്കുറിച്ച് ചോദിച്ച് പരിഹസിക്കാൻ തുടങ്ങി. "രാമചന്ദ്ര, പെൺകുട്ടിക്ക് പ്രായമേറുകയാണ്, വേഗം തന്നെ അവളൊരു നല്ല കൈകളിൽ ഏൽപ്പിക്കൂ" എന്നൊക്കെയുള്ള നാട്ടുകാരുടെ ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ ഹൃദയം തകർത്തു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നല്ലൊരു ആലോചന നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്നും ഒരാലോചന വരുന്നത്. വരൻ ഹരിദാസ് ഒരു മിനി ലോറി ഡ്രൈവറായിരുന്നു. മാന്യമായ കുടുംബം, ചെറുക്കനും കുഴപ്പക്കാരനല്ല എന്ന് ബോധ്യപ്പെട്ടതോടെ രാമചന്ദ്രൻ ആ വിവാഹം ഉറപ്പിച്ചു. വിവാഹം ഉറപ്പിച്ചതോടെ രാമചന്ദ്രന്റെ മനസ്സിൽ സന്തോഷത്തോടൊപ്പം വലിയൊരു ഭാരവും വന്നുകൂടി. ഒരു സാധാരണക്കാരനായ അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു തുക എങ്ങനെ കണ്ടെത്തുമെന്ന് വലിയൊരു ചോദ്യചിഹ്നമായി മാറി. മകളുടെ വിവാഹം അന്തസ്സായി നടത്താൻ അദ്ദേഹം നാട്ടുകാരിൽ നിന്നും പണം കടം വാങ്ങി. തന്റെ മില്ലിൽ നിന്നും വലിയൊരു തുക അഡ്വാൻസ് കൈപ്പറ്റി. പോരാത്തതിന് ജാനകിയുടെ പക്കലുണ്ടായിരുന്ന പഴയ സ്വർണ്ണാഭരണങ്ങൾ വരെ വിറ്റു. തന്റെ മകളുടെ വിവാഹം ആരുടെയും മുന്നിൽ തല താഴ്ത്താതെ ഭംഗിയായി നടക്കണമെന്ന ഒരൊറ്റ ആഗ്രഹം മാത്രമേ ആ പിതാവിനുണ്ടായിരുന്നുള്ളൂ. മറുപുറത്ത് ചെറുക്കന്റെ പിതാവ് വേണുഗോപാൽ പറഞ്ഞു, "ഞങ്ങളുടെ ഭാഗത്തു നിന്ന് 150ഓളം അതിഥികൾ മാത്രമേ വരൂ." രാമചന്ദ്രൻ വിനയത്തോടെ പറഞ്ഞു, "ഞാനൊരു പാവപ്പെട്ടവനാണ്, ചെറിയ വീടാണ്, അതുകൊണ്ട് ആളുകളുടെ എണ്ണം കുറക്കണം." വേണുഗോപാൽ ചിരിച്ചുകൊണ്ട് അത് സമ്മതിച്ചെങ്കിലും രാമചന്ദ്രൻ മുൻകരുതലായി 200 പേർക്കുള്ള സദ്യയാണ് ഒരുക്കിയത്. വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാമചന്ദ്രൻ ഒട്ടും വിശ്രമമില്ലാതെ ഓടി നടന്നു. പന്തലുകാരെയും പാചകക്കാരെയും കണ്ട് എല്ലാം മുൻകൂട്ടി ഏർപ്പാടാക്കി. ഓരോ രൂപയും ചിലവഴിക്കുമ്പോൾ അദ്ദേഹം 100 വട്ടം ആലോചിച്ചിരുന്നു. മകളുടെ കല്യാണശേഷം വരാൻ പോകുന്ന കടബാധ്യതകളെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. എങ്കിലും തന്റെ പ്രിയപ്പെട്ട മകൾ മറ്റൊരു വീട്ടിലേക്ക് പടിയിറങ്ങിപ്പോകുമ്പോൾ നാട്ടുകാരുടെ മുന്നിൽ ഒരു കുറവും വരുത്തരുത് എന്ന് ആ പിതാവിന്റെ മനസ്സ് ശാഠ്യം പിടിച്ചു. ജാനകിയും പെൺമക്കളും വീട്ടിൽ ആവശ്യമായ മംഗളകർമ്മങ്ങളുടെ ഒരുക്കങ്ങളിൽ മുഴുകി. മൂത്ത മകൾ ആതിരയുടെ വിവാഹം തങ്ങളുടെ കുടുംബത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അങ്ങനെ വരും വരായ്കളെല്ലാം മറന്ന് കടങ്ങളുടെ വലിയൊരു ഭാരം ചുമലിലേറ്റി രാമചന്ദ്രൻ ആ മംഗള ദിനത്തിനായി കാത്തിരുന്നു. ഒരു പാവപ്പെട്ട കർഷകന്റെ പ്രാർത്ഥനകളും പ്രതീക്ഷകളും ആ വിവാഹ പന്തലിൽ ഉണ്ടായിരുന്നു. മണ്ണാർക്കാട്ടിലെ ആ ചെറിയ വീട് ഒരു വലിയ ഉത്സവത്തിനായി ഒരുങ്ങുകയായിരുന്നു. വിവാഹ ദിവസം പുലർച്ചെ തന്നെ രാമചന്ദ്രന്റെ വീട്ടിൽ ആളുകൾ കൂടിത്തുടങ്ങി. നാട്ടുകാരും ബന്ധുക്കളും ഒത്തുകൂടിയതോടെ ആ ചെറിയ വീട് പെട്ടെന്ന് തന്നെ സജീവമായി. മുറ്റത്ത് തെങ്ങിൻ ഓലകൾ കൊണ്ട് മേന ചെറിയൊരു പന്തൽ ഉയർന്നു. പാചകപ്പുരയിൽ സദ്യ ഒരുക്കുന്ന തിരക്കിലായിരുന്നു പാചകക്കാർ. വലിയ ചെമ്പുകളിൽ സാമ്പാറും പായസവും അവിയലും തിളച്ചു മറിയുന്നു. ആ സുഗന്ധം ഗ്രാമമൊക്കെ പടർന്നു. നാട്ടിലെ സ്ത്രീകൾ ഒത്തുകൂടി കല്യാണപ്പാട്ടുകൾ പാടി അന്തരീക്ഷം മംഗളകരമാക്കി. മൂത്ത മകൾ ആതിര തന്റെ ചെറിയ മുറിയിലിരുന്ന് ഒരുങ്ങുകയായിരുന്നു. അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി ഉണ്ടായിരുന്നെങ്കിലും വരാൻ പോകുന്ന പുതിയ ജീവിതത്തെക്കുറിച്ചുള്ള ഭയവും ആശങ്കയും ആ കണ്ണുകളിൽ വ്യക്തമായിരുന്നു. അമ്മ ജാനകി ഇടയ്ക്കിടെ മകളുടെ അടുക്കൽ വന്ന് അവളെ നോക്കി വികാരധീനയായി കണ്ണീർ തുടച്ചു. വൈകുന്നേരമായതോടെ നാട്ടുകാരും ബന്ധുക്കളും കല്യാണ വീട്ടിലേക്ക് ഒഴുകിയെത്തി. പന്തലിൽ ആളുകൾ നിറഞ്ഞു തുടങ്ങി. എന്നാൽ രാത്രി 8 മണിയായിട്ടും പെരിന്തൽമണ്ണയിൽ നിന്നും വരന്റെയും കൂട്ടരുടെയും വണ്ടി എത്തിച്ചേർന്നില്ല. സമയം വൈകുന്തോറും രാമചന്ദ്രന്റെ മനസ്സിൽ ആശങ്കകൾ പുകയാൻ തുടങ്ങി. വധുവിന്റെ വീട്ടിലെത്തിയ ബന്ധുക്കൾ വിശപ്പ് സഹിക്കാനാവാതെ സദ്യ വിളമ്പാൻ രാമചന്ദ്രന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി.
രാമചന്ദ്ര, കുട്ടികൾക്ക് വിശക്കുന്നു, നമുക്ക് സദ്യ ആരംഭിക്കാം എന്നവർ പറഞ്ഞു. എന്നാൽ വരനും കൂട്ടരും വന്നതിന് ശേഷം മാത്രമേ സദ്യ വിളമ്പാവൂ എന്ന് രാമചന്ദ്രൻ പാചകക്കാരോട് കർശനമായി പറഞ്ഞിരുന്നു. അതിഥികൾക്ക് ഭക്ഷണം തികയാതെ വരുമോ എന്ന ഭയം അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്നു. രാത്രി 9:30-ഓടെ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ വണ്ടികളുടെ ഒരു വലിയ നിര പ്രത്യക്ഷപ്പെട്ടു. ഉച്ചത്തിലുള്ള സിനിമാ പാട്ടുകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് വരന്റെ സംഘം എത്തിയത്. വണ്ടികളിൽ ആളുകൾ കുത്തിനിറച്ചാണ് വന്നിരുന്നത്. ചില ചെറുപ്പക്കാർ മദ്യലഹരിയിൽ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. വണ്ടികളിൽ നിന്നും ഇറങ്ങുന്ന ആളുകളുടെ എണ്ണം കണ്ട രാമചന്ദ്രന്റെ ബോധം കെട്ടുപോയി. 150 ആളുകൾ വരുമെന്ന് വരന്റെ വീട്ടുകാർ പറഞ്ഞ സ്ഥാനത്ത് 300-ലധികം ആളുകളാണ് വന്നിറങ്ങിയത്. ആളുകളുടെ ഈ പെരുപ്പം കണ്ട് രാമചന്ദ്രന്റെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. ചെറുക്കന്റെ അച്ഛൻ വേണുഗോപാൽ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഉറക്കെ വിളിച്ചു, "രാമചന്ദ്ര, എവിടെയാണ് നിങ്ങൾ?" രാമചന്ദ്രൻ നിർബന്ധപൂർവം മുഖത്തൊരു പുഞ്ചിരി വരുത്തി മുന്നോട്ട് ചെന്നു. ഗ്രാമത്തിലെ യുവാക്കളെ വിളിച്ച് അദ്ദേഹം അതിഥികൾക്ക് പെട്ടെന്ന് തന്നെ നാരങ്ങ വെള്ളവും പലഹാരങ്ങളും നൽകാൻ ഏർപ്പാടാക്കി. എന്നാൽ മിനിറ്റുകൾക്കകം കൊണ്ടുവന്ന പലഹാരങ്ങളെല്ലാം തീർന്നുപോയി. പകുതിയിലധികം അതിഥികൾക്ക് ഒന്നും കഴിക്കാൻ കിട്ടിയില്ല. അതോടെ വരന്റെ ആളുകൾക്കിടയിൽ നിന്നും കടുത്ത കുറ്റപ്പെടുത്തലുകൾ ഉയരാൻ തുടങ്ങി. "ഇത്ര ചെറിയ സൗകര്യമേ ഉള്ളുവെങ്കിൽ എന്തിനാണ് ഇത്രയും ആളുകളെ വിളിച്ച് കല്യാണം നടത്തിയത്? ഞങ്ങൾക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടിയില്ലല്ലോ" എന്നൊക്കെയുള്ള വാക്കുകൾ രാമചന്ദ്രന്റെ കാതുകളിൽ ചുറ്റിക കൊണ്ട് അടിക്കുന്നത് പോലെ തോന്നി. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അപമാനിതനാകാൻ പോകുന്ന ഒരു പിതാവിന്റെ അവസ്ഥയിലേക്ക് രാമചന്ദ്രൻ പതുക്കെ വീണുപോയി. പന്തലിൽ വലിയൊരു ബഹളം തന്നെ രൂപപ്പെടാൻ തുടങ്ങിയിരുന്നു. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ തുടങ്ങി. എന്തു ചെയ്യണമെന്നറിയാതെ രാമചന്ദ്രൻ തന്റെ നെഞ്ചിൽ കൈവച്ച് പന്തലിന്റെ ഒരു മൂലയിലേക്ക് മാറി നിന്നു. വരന്റെ മൂത്ത സഹോദരൻ പ്രകാശ് ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോടെ രാമചന്ദ്രന് നേരെ തിരിഞ്ഞു. "ഇതാണോ രാമചന്ദ്ര താൻ ഒരുക്കിയ സൽക്കാരം? ഞങ്ങൾ ദൂരെ നിന്ന് വിശന്നു വലഞ്ഞ് വന്നവരാണ്. കുടിക്കാൻ ഒരു തുള്ളി വെള്ളം തരാൻ പോലും ഇവിടെ ആളില്ലേ?" പ്രകാശിന്റെ ചോദ്യങ്ങൾ പന്തലിലാകെ മുഴങ്ങിക്കേട്ടു. രാമചന്ദ്രൻ 2 കൈകളും കൂപ്പി വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, "ക്ഷമിക്കണം മോനെ, ആളുകൾ ഇത്രയും കൂടുമെന്ന് ഞാൻ കരുതിയില്ല. ഇപ്പോൾ എല്ലാം ശരിയാക്കിത്തരാം." എന്നാൽ എന്തു ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ഒരു നിശ്ചയമില്ലായിരുന്നു. അതിഥികൾ ഇരിക്കാൻ കസേരകൾ ആവശ്യപ്പെട്ട് ബഹളം കൂടാൻ തുടങ്ങി. കല്യാണ പന്തലിലെ അന്തരീക്ഷം പെട്ടെന്ന് തന്നെ വലിഞ്ഞു മുറുകിയ ഒന്നായി മാറി. രാമചന്ദ്രൻ ഭയം കൊണ്ട് വിയർത്തുകുളിച്ചു. അദ്ദേഹത്തിന്റെ ശ്വാസം നിലക്കുന്നത് പോലെ തോന്നി. വീടിന്റെ ജനലിലൂടെ അമ്മ ജാനകിയും മക്കളും ഭയത്തോടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. പുറത്തെ ബഹളങ്ങൾ കേട്ട് ആതിര തന്റെ മുറിയിലിരുന്ന് വിങ്ങിപ്പൊട്ടി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒഴുകി. "ഞാൻ കാരണമല്ലേ അച്ഛൻ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ അപമാനിതനാകുന്നത്? ഈ കല്യാണം മുടങ്ങിപ്പോകുമോ എന്ന ഭയം അവളെ അസ്വസ്ഥനാക്കി. ജാനകി പൂജാമുറിയിൽ നിലവിളക്കിനു മുന്നിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു, "ഭഗവാനെ, എന്റെ മകളുടെ ജീവിതം തകർക്കരുതേ." ഈ വലിയ ജനക്കൂട്ടത്തിനിടയിൽ ഒരു യുവാവ് ഇതെല്ലാം നിശബ്ദനായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഉയരമുള്ള ശരീരം, ദൃഢമായ മുഖഭാവം, കണ്ണുകളിൽ കാരുണ്യവും ആത്മവിശ്വാസവും നിറഞ്ഞ ആ യുവാവിന്റെ പേര് കിരൺ എന്നായിരുന്നു. അവൻ വരന്റെ സംഘത്തോടൊപ്പം എത്തിയ ട്രാവലർ വണ്ടികളുടെ ഉടമയായിരുന്നു. വെറുമൊരു വണ്ടിക്കാരൻ എന്നതിലുപരി മനുഷ്യരുടെ വേദനകൾ കണ്ടാൽ മനസ്സിലാവുന്ന സ്വഭാവമായിരുന്നു അവന്റേത്. കിരൺ പതുക്കെ ബഹളം വെക്കുന്ന അതിഥികളുടെ അടുത്തേക്ക് ചെന്നു. അവൻ ശാന്തമായ ശബ്ദത്തിൽ പറഞ്ഞു, "അമ്മാവ, നിങ്ങളൊരു കല്യാണം ആഘോഷിക്കാൻ വന്നതാണോ അതോ ഇവിടെ വന്ന് ഒരു പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് അടിപിടി ഉണ്ടാക്കാനാണോ വന്നത്?" അവന്റെ ശബ്ദം കേട്ടതോടെ ചുറ്റും നിന്നവർ പെട്ടെന്ന് ശാന്തരായി. വേണുഗോപാലും പ്രകാശും അത്ഭുതത്തോടെ അവനെ നോക്കി. കിരൺ തുടർന്നു, "നമ്മൾ ഇത്രയും ദൂരെ നിന്ന് വന്നത് നമ്മുടെ ഹരിദാസിന്റെ കല്യാണം സന്തോഷത്തോടെ നടത്താനാണ്. ഒരു ഗ്ലാസ് നാരങ്ങവെള്ളത്തിന്റെ പേരിൽ ഇങ്ങനെ വഴക്കിടുന്നത് നമുക്ക് തന്നെ നാണക്കേടാണ്." വരന്റെ കൂടെ വന്ന ചിലർക്ക് കിരണിനെ വ്യക്തിപരമായി അറിയാമായിരുന്നതുകൊണ്ട് അവർ കൂടുതലൊന്നും സംസാരിച്ചില്ല. കിരൺ ഉടൻ തന്നെ വണ്ടിയിലെ പാട്ടുകാരോട് പാട്ടു തുടരാൻ ആവശ്യപ്പെടുകയും ചെറുപ്പക്കാരെ നൃത്തത്തിലേക്ക് തിരിച്ചുവിട്ട് അതിഥികളുടെ ശ്രദ്ധ തിരിക്കുകയും ചെയ്തു. എന്നാൽ രാമചന്ദ്രൻ ഇപ്പോഴും ഭയന്ന് വിറച്ച് നിൽക്കുകയാണ്. കാരണം യഥാർത്ഥ പ്രശ്നം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 200 പേർക്ക് മാത്രം ഉണ്ടാക്കിയ സദ്യ എങ്ങനെ 350-ലധികം വരുന്ന ആളുകൾക്ക് വിളമ്പും? ഭക്ഷണം തികയാതെ വന്നാൽ കല്യാണം മുടങ്ങുമെന്ന് ഉറപ്പായിരുന്നു. അതാലോചിച്ച് അദ്ദേഹത്തിന്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. കിരൺ താൽക്കാലികമായി ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചെങ്കിലും ഈ ശാന്തി അധിക നേരം നീണ്ടു
നിൽക്കില്ലെന്ന് രാമചന്ദ്രന് നന്നായി അറിയാമായിരുന്നു. കല്യാണ പന്തലിലെ ബഹളങ്ങൾക്കിടയിൽ നിന്നും പതുക്കെ മാറി നിന്ന കിരൺ രാമചന്ദ്രന്റെ അരികിലേക്ക് നടന്നു വന്നു. ഭയം കൊണ്ടും നിരാശ കൊണ്ടും ആ വൃദ്ധനായ പിതാവിന്റെ കൈകാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. കിരൺ അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ച് ശാന്തമായി ചോദിച്ചു, അങ്കിൾ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ആളുകൾ കൂടിയതാണോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ? എന്നോട് തുറന്നു പറയൂ, നമുക്ക് പരിഹാരം കാണാം. ആദ്യം രാമചന്ദ്രൻ ഒന്നും സംസാരിച്ചില്ല. ഒരു അപരിചിതനായ യുവാവിനോട് തന്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് സങ്കടങ്ങളെക്കുറിച്ചും എങ്ങനെ പറയുമെന്നോർത്ത് അദ്ദേഹം മടിച്ചു. എന്നാൽ കിരണിന്റെ കണ്ണുകളിലെ ആത്മാർത്ഥത കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിക്കൊണ്ട് അദ്ദേഹം വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, മോനെ, വലിയൊരു ചതി പറ്റിപ്പോയി. 150 പേര് വരുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ 200 പേർക്കുള്ള സദ്യ ഒരുക്കിയത്. പക്ഷേ ഇപ്പോൾ വന്നിറങ്ങിയത് 350-ലധികം ആളുകളാണ്. എല്ലാവർക്കുമുള്ള സദ്യ ഉണ്ടാകില്ല മോനെ. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ വിളമ്പാൻ കറിയില്ലെന്നറിഞ്ഞാൽ അവർ എന്റെ മകളുടെ കല്യാണം മുടക്കും, ഞങ്ങളെ ചവിട്ടി മെതിക്കും. കിരൺ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, അങ്കിൾ, വിഷമിക്കാതിരിക്കൂ. ഇനി എത്ര പേർക്കുള്ള ഭക്ഷണം കൃത്യമായി ബാക്കിയുണ്ട്? രാമചന്ദ്രൻ അവനെ പന്തലിന് പുറകിലെ പാചകപ്പുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വലിയ ചെമ്പുകൾക്ക് മുന്നിൽ പാചകക്കാരനായ നാരായണൻ വലിയ ആശങ്കയോടെ നിൽക്കുകയായിരുന്നു. കിരൺ ചോദിച്ചപ്പോൾ നാരായണൻ നായർ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, പരമാവധി 150 പേർക്കുള്ള ചോറും കറികളും മാത്രമേ ഇനി ചെമ്പുകളിൽ ബാക്കിയുള്ളൂ. നാട്ടുകാരും പെൺകുട്ടിയുടെ അടുത്ത ബന്ധുക്കളും നേരത്തെ തന്നെ കഴിച്ചു കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന വരന്റെ വലിയൊരു സംഘത്തിന് ഞാൻ എന്ത് വിളമ്പും? സാമ്പാറും അവിയലും ഒക്കെ തീരാറായി. ഇത് കേട്ടതോടെ രാമചന്ദ്രൻ പാചകപ്പുരയിലെ ഒരു തൂണിൽ ചാരി ഇരുന്നുപോയി. എന്റെ ദൈവമേ, എന്റെ മകളുടെ ജീവിതം ഇതോടെ തീർന്നു എന്ന് അദ്ദേഹം സ്വയം പറഞ്ഞു കരഞ്ഞു. ഈ സമയം കിരൺ ഒട്ടും സമയം കളയാതെ നായരോട് ചോദിച്ചു, ചേട്ടാ, ഇനി ആവശ്യമായ സാധനങ്ങൾ ഞാൻ ഇപ്പോൾ എത്തിച്ചു തന്നാൽ വേഗത്തിൽ കറികളും വിഭവങ്ങളും ഉണ്ടാക്കാൻ പറ്റുമോ? ചോറ് കുറവാണെങ്കിൽ വേറെ എന്തെങ്കിലും വെക്കാൻ പറ്റുമോ? നാരായണന്റെ കണ്ണുകളിൽ ഒരു വെളിച്ചം കണ്ടു. അദ്ദേഹം പറഞ്ഞു, സാധനങ്ങൾ കൃത്യമായി കിട്ടിയാൽ ഈ നാരായണൻ ബാക്കിയെല്ലാം ശരിയാക്കാം. ചോറിനു പകരം പെട്ടെന്ന് പൂരിയോ ചപ്പാത്തിയോ ഉണ്ടാക്കാം. കൂടെ നല്ലൊരു വെജിറ്റബിൾ കറിയും വെക്കാം. പക്ഷേ ഈ രാത്രി 10 മണിക്ക് മണ്ണാർക്കാട് ആര് കട തുറന്ന് സാധനങ്ങൾ തരും? ഈ ഗ്രാമത്തിൽ ഒന്നും കിട്ടില്ലല്ലോ. കിരൺ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവൻ ഉടൻ തന്നെ തന്റെ മൊബൈൽ ഫോൺ എടുത്ത് പാലക്കാട് ടൗണിലുള്ള തന്റെ സുഹൃത്ത് മുകേഷിനെ വിളിച്ചു. ഹലോ മുകേഷ്, ഒരു ചെറിയ ആവശ്യമുണ്ട്. കുറച്ച് സാധനങ്ങൾ അത്യാവശ്യമായി വേണം. ഞാൻ ഇപ്പോൾ തന്നെ ആളെ വിടുന്നുണ്ട്. അതിനുശേഷം അവൻ തന്റെ ട്രാവലർ വണ്ടികളിൽ ഒന്നിന്റെ ഡ്രൈവറായ സന്ദീപിനെ വിളിച്ചു. സന്ദീപ്, നീ വണ്ടിയുമെടുത്ത് ഉടൻ ടൗണിലേക്ക് പോകൂ. മുകേഷിന്റെ കടയിൽ നിന്ന് ഞാൻ പറഞ്ഞ സാധനങ്ങൾ വണ്ടിയിൽ കയറ്റി അതിവേഗം ഈ കല്യാണ വീട്ടിലേക്ക് എത്തിക്കണം. രാമചന്ദ്രൻ അത്ഭുതത്തോടെയും വിശ്വസിക്കാനാവാത്ത കണ്ണുകളോടെയും കിരണിന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ഈ രാത്രിയിൽ തങ്ങളെ ഒട്ടും അറിയാത്ത ഈ അപരിചിതനായ യുവാവ് എന്തിനാണ് സ്വന്തം കാര്യത്തിൽ എന്നതുപോലെ ഇടപെടുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. പുറത്ത് ചെറുക്കന്റെ ആളുകൾ പന്തലിലേക്ക് പതുക്കെയാണ് നീങ്ങിയിരുന്നത്. കിരൺ തന്റെ വണ്ടിയിലെ മറ്റ് ഡ്രൈവർമാർക്ക് രഹസ്യമായി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. പാചകപ്പുരയിൽ പുതിയ വിഭവങ്ങൾ ഒരുങ്ങാൻ സമയം വേണമെന്നതിനാൽ വരന്റെ വശത്തു നിന്നുള്ള ഘോഷയാത്രയും പാട്ടും പരമാവധി പതുക്കെയാക്കാൻ അവൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നു. അല്പസമയത്തിനകം കിരണിന്റെ സുഹൃത്ത് സന്ദീപ് വണ്ടിയുമായി വന്നു നിന്നു. വണ്ടിയുടെ വാതിൽ തുറന്നതും കിരണിന്റെ മറ്റ് സുഹൃത്തുക്കൾ വണ്ടിയിൽ നിന്നും പച്ചക്കറികളും മസാലപ്പൊടികളും അതിവേഗത്തിൽ താഴേക്ക് ഇറക്കാൻ തുടങ്ങി. പാചകക്കാരനായ നാരായണൻ അത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞു, മോനെ കിരണേ, നീ ശരിക്കും ഒരു ദൈവത്തെ പോലെയാണ് വന്നത്. എനിക്കൊരു അരമണിക്കൂർ സമയം തരൂ, ഞാൻ എല്ലാ വിഭവങ്ങളും ഒരുക്കിത്തരാം. കിരൺ നാരായണന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായി ജോലി തുടങ്ങിക്കോളൂ ചേട്ടാ, പുറത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. പാചകപ്പുരയിലെ പുതുതായി എത്തിച്ച സാധനങ്ങൾ കണ്ടതോടെ അന്തരീക്ഷമാകെ മാറി മറിഞ്ഞു. കിരൺ ഒട്ടും സമയം കളയാതെ നാരായണന്റെ കൂടെ കൂടുകയായിരുന്നു. അവൻ നേരിട്ട് പാചകപ്പുരയിൽ മേൽനോട്ടം വഹിച്ചു. തന്റെ കൂടെ വണ്ടികളിൽ വന്ന സുഹൃത്തുക്കളോട് പാചകക്കാരെ സഹായിക്കാൻ അവൻ കർശന നിർദ്ദേശം നൽകി. രാമചന്ദ്രൻ ദൂരെ മാറി നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം മുൻപ് വരെ ജീവിതം അവസാനിച്ചു എന്ന് കരുതി പൂർണ്ണമായി തകർന്നുപോയ ആ പിതാവിന്റെ കണ്ണുകളിൽ ഇപ്പോൾ പുതിയൊരു പ്രതീക്ഷയുടെ വെളിച്ചം തെളിഞ്ഞു വന്നു. അതേസമയം വീടിനുള്ളിലും വലിയ ആശങ്കയും പരിഭ്രാന്തിയുമായിരുന്നു. ജനലിലൂടെ പുറത്തെ ബഹളങ്ങളും വണ്ടികളുടെ ശബ്ദവും കേട്ട് ആതിര തന്റെ മുറിയിലിരുന്ന് ഏങ്ങലടിച്ച് കരയുകയായിരുന്നു. അവളുടെ കവിളിലൂടെ കണ്ണീർ ഒലിച്ചിറങ്ങി. അനിയത്തി മാളവിക അവളുടെ അരികിലിരുന്ന് കൈകൾ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ചേച്ചി, നീ കരയാ
കരയാതിരിക്കൂ. പുറത്ത് എന്തൊക്കെയോ വഴികൾ തെളിയുന്നുണ്ട്. ഒന്നും സംഭവിക്കില്ല, വിഷമിക്കാതിരിക്കൂ. എന്നാൽ ആതിര വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. മാളു, ഈ കല്യാണം മുടങ്ങിപ്പോയാൽ അച്ഛൻ അത് താങ്ങില്ല. കടം തന്നവരുടെ മുന്നിൽ അച്ഛൻ ജീവനൊടുക്കും. എനിക്ക് പേടിയാകുന്നു. അമ്മ ജാനകി ഉമ്മറത്ത് വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സമയം രാമചന്ദ്രൻ വീടിനുള്ളിലേക്ക് നടന്നു വന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് മുൻപുണ്ടായിരുന്ന ഭയവും നിരാശയും കുറഞ്ഞിരുന്നു. ജാനകി ഓടി വന്ന് ചോദിച്ചു, എന്തായി മനുഷ്യ കാര്യങ്ങൾ? എന്തെങ്കിലും വഴി തെളിഞ്ഞോ? പുറത്ത് ആളുകൾ ഒച്ച വെക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ. രാമചന്ദ്രൻ ജാനകിയുടെയും മകളുടെയും അരികിലിരുന്ന് കിരണെ കുറിച്ച് അവരോട് പറഞ്ഞു. ജാനകി, നമ്മളെ സഹായിക്കാൻ ദൈവം ഒരു മകനെ അയച്ചിരിക്കുന്നു. ആ വണ്ടിക്കാരൻ പയ്യൻ കിരൺ. അവൻ ഈ രാത്രിയിൽ ടൗണിൽ നിന്ന് സാധനങ്ങൾ എത്തിച്ചു. ഇപ്പോൾ പാചകപ്പുരയിൽ പുതിയ വിഭവങ്ങൾ ഒരുക്കുകയാണ്. ഇത് കേട്ടതും ജാനകിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഈ സ്വാർത്ഥമായ കാലത്ത് ഒരു അപരിചിതനായ കുടുംബത്തിന് വേണ്ടി ആരാണ് സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഇത്രയൊക്കെ ചെയ്യുക എന്ന് അവർ അത്ഭുതപ്പെട്ടു. പുറത്ത് അതിഥികൾ ഘോഷയാത്ര കഴിഞ്ഞ് പതുക്കെ സദ്യപന്തലിലേക്ക് നീങ്ങാൻ തുടങ്ങിയിരുന്നു. കിരൺ വളരെ തന്ത്രപൂർവ്വമാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അവൻ വരന്റെ കുടുംബത്തിലെയും നാട്ടിലെയും പ്രായമായ ചില പ്രധാനപ്പെട്ട ആളുകളെ ആദ്യം സദ്യ കഴിക്കാൻ ഇരുത്തി. അവർക്ക് ഇലയിട്ട് വിഭവങ്ങൾ വിളമ്പാൻ തുടങ്ങി. അങ്ങനെ ചെയ്യുന്നതിലൂടെ ബാക്കിയുള്ള ചെറുപ്പക്കാർക്കും മറ്റ് അതിഥികൾക്കും പന്തലിൽ കാത്തു നിൽക്കാൻ അവർ സമയം കണ്ടെത്തി. പാചകപ്പുരയിൽ നാരായണും സംഘവും അതിവേഗത്തിൽ പനീർ മസാല കറിയും ചൂടുള്ള ചപ്പാത്തിയും തയ്യാറാക്കിക്കൊണ്ടിരുന്നു. നാട്ടിലെ ചില യുവാക്കളും ഇപ്പോഴത്തെ മാറ്റം കണ്ട് കിരണിനെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. കിരൺ പന്തലിനുടനീളം ഓടി നടന്ന കാര്യങ്ങൾ നിയന്ത്രിച്ചു. ആർക്കെങ്കിലും കുടിക്കാൻ വെള്ളം വേണമെങ്കിൽ അവൻ എത്തിച്ചു. കസേരകൾ ആവശ്യപ്പെട്ടവർക്ക് അടുത്തുള്ള വീട്ടുകളിൽ നിന്ന് വരെ കസേരകൾ എത്തിച്ചു നൽകി. പന്തലിലെ അന്തരീക്ഷം വീണ്ടും സാധാരണ നിലയിലായി തുടങ്ങി. ആളുകൾ ശാന്തരായി ഭക്ഷണം കഴിക്കാൻ കാത്തിരുന്നു. എന്നാൽ പെട്ടെന്ന് വരന്റെ മൂത്ത സഹോദരൻ പ്രകാശ് വീണ്ടും ദേഷ്യത്തോടെ അങ്ങോട്ട് വന്നു. അദ്ദേഹം മദ്യലഹരിയിലായിരുന്നു. ചുറ്റും നോക്കി ഒട്ടും ക്ഷമയില്ലാതെ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്താണ് ഇത്ര വൈകുന്നത്? ഞങ്ങളുടെ ആളുകൾ എത്ര നേരമായി ഇവിടെ കാത്തു നിൽക്കുന്നു. ഇതാണോ തൃശൂരിലെ സെക്യൂരിറ്റിക്കാരന്റെ സൽക്കാരം? അദ്ദേഹത്തിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് പന്തൽ വീണ്ടും പെട്ടെന്ന് നിശബ്ദമായി. രാമചന്ദ്രന്റെ മുഖം വീണ്ടും മങ്ങി. അദ്ദേഹം തല താഴ്ത്തി. എന്നാൽ ഇത്തവണ കിരൺ നിശബ്ദനായി ഇരിക്കാൻ തയ്യാറായില്ലായിരുന്നു. അവൻ പ്രകാശിന്റെ മുന്നിലേക്ക് നേരെ ചെന്നു നിന്നു. കിരണിന്റെ മുഖത്തെ ഭാവവും കണ്ണുകളിലെ തിളക്കവും കണ്ടപ്പോൾ പ്രകാശ് ഒരു നിമിഷം പതറിപ്പോയി. കിരൺ ശാന്തവും എന്നാൽ പന്തലിൽ എല്ലാവരും കേൾക്കാവുന്നതുമായ ശബ്ദത്തിൽ പറഞ്ഞു, ചേട്ടാ, നിങ്ങൾ ആവശ്യപ്പെട്ട നല്ല ഒന്നാന്തരം സദ്യയും ഇവിടെ ലഭിക്കും. ഒരു കുറവുമില്ലാത്ത മാന്യമായ സൽക്കാരവും ലഭിക്കും. പക്ഷെ അതിന് ദാ ഈ നിൽക്കുന്ന പ്രായമുള്ള മനുഷ്യനെ ഇനിയും അപമാനിക്കരുത്. നിങ്ങളിങ്ങനെ അനാവശ്യമായി ബഹളം വെച്ചാൽ ഇവിടുത്തെ അന്തരീക്ഷം മോശമാകും. അത് നമ്മുടെ ചെറുക്കൻ ഹരിദാസിന്റെ കല്യാണത്തെയാണ് ബാധിക്കുക. കിരണിന്റെ വാക്കുകൾ കേട്ടതും ചുറ്റും നിന്ന അതിഥികളെല്ലാം അവനെ തന്നെ നോക്കി നിന്നു. തങ്ങളെ പോലെയുള്ള മുതിർന്ന വരന്റെ വീട്ടുകാരോട് ഒരു സാധാരണ വണ്ടിക്കാരൻ ചെറുപ്പക്കാരൻ ഇത്രയും ആത്മവിശ്വാസത്തോടെ മുന്നിൽ വന്ന് സംസാരിക്കുമെന്ന് പ്രകാശ് ഒട്ടും കരുതിയിരുന്നില്ല. തന്റെ മദ്യലഹരിയുടെ പുറത്ത് പ്രകാശ് ദേഷ്യത്തോടെ കിരണിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരാടാ? നീ വെറുമൊരു വണ്ടിക്കാരനല്ലേ? ഇവിടെ വധുവിന്റെ വീട്ടുകാർക്കില്ലാത്ത എന്ത് ചോദിക്കാനാണ് നിനക്ക്? കിരൺ ഒട്ടും പ്രകോപിതനാകാതെ വളരെ ശാന്തമായി മറുപടി നൽകി, ഞാൻ ആരുമല്ല ചേട്ടാ, ഈ വണ്ടി ഓടിക്കുന്ന ഒരു സാധാരണക്കാരൻ തന്നെയാണ്. പക്ഷെ ഒരു പെൺകുട്ടിയുടെ പിതാവിന്റെ അവസ്ഥയും വേദനയും മനസ്സിലാക്കാനുള്ള മനസ്സ് എനിക്കുണ്ട്. കല്യാണങ്ങളിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും ആളുകൾ കൂടുമ്പോൾ ചെറിയ കുറവുകൾ വരും. അതൊരു വലിയ കുറ്റമല്ല. അതിന്റെ പേരിൽ ഒരു രാത്രി മുഴുവൻ ഇവിടെ വന്ന് ബഹളം വെച്ച് കൈപ്പത്തി കൂപ്പി നിൽക്കുന്ന ഈ പാവം കുടുംബത്തെ നാട്ടുകാരുടെ മുന്നിൽ തമാശയാക്കാനും അപമാനിക്കാനും ആരെയും സമ്മതിക്കില്ല. കിരണിന്റെ വാക്കുകളിലെ സത്യവും നീതിയും മനസ്സിലാക്കിയ ചില മുതിർന്ന അതിഥികൾ അപ്പോഴേക്കും പ്രകാശിനെ ശാന്തനാക്കാൻ മുന്നോട്ട് വന്നു. അവൻ പറഞ്ഞത് ശരിയാണ് പ്രകാശ, നമ്മൾ ആവശ്യപ്പെട്ടതിലും കൂടുതൽ ആളുകളുമായാണ് ഇവിടെ വന്നത്. അതിൽ വധുവിന്റെ വീട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ദാ ചൂടുള്ള ഭക്ഷണം തയ്യാറായി വരുന്നുണ്ടല്ലോ, നീ വെറുതെ പ്രശ്നമുണ്ടാക്കാതെ വന്നിരിക്ക് എന്നവർ പ്രകാശിനോട് പറഞ്ഞു. ഈ സമയം വരന്റെ പിതാവ് വേണുഗോപാലും അങ്ങോട്ട് എത്തിച്ചേർന്നു. അദ്ദേഹം പാചകപ്പുരയിൽ നിന്നും വരുന്ന വിഭവങ്ങളുടെ മണം അനുഭവിച്ചറിഞ്ഞു.
അദ്ദേഹം സാഹചര്യം മനസ്സിലാക്കി തന്റെ സഹോദരനായ പ്രകാശിനോട് പറഞ്ഞു. സാരമില്ല പ്രകാശേ, ദേഷ്യപ്പെടേണ്ട. സദ്യ വളരെ ഗംഭീരമായി തയ്യാറായി വരുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം കിരണിനെ നോക്കി അഭിമാനത്തോടെ പറഞ്ഞു. മോനെ കിരണേ, നീ വലിയൊരു പ്രതിസന്ധി ഒറ്റക്ക് നിന്ന് ഒഴിവാക്കി. നീ ശരിക്കും മിടുക്കനാണ്. കിരൺ പതുക്കെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വിവാഹം ഭംഗിയായി നടക്കട്ടെ അമ്മാവ. എനിക്കതു മാത്രമേ ഉള്ളൂ ആഗ്രഹം. അപ്പോഴേക്കും പാചകപ്പുരയിൽ നിന്നും നാരായണൻ നായരുടെ നേതൃത്വത്തിൽ ചൂടുള്ള പൂരിയും സ്വാദിഷ്ടമായ കറിയും പായസവുമെല്ലാം പന്തലിലേക്ക് എത്തിത്തുടങ്ങി. അടുത്ത പന്തിയിൽ ആളുകൾ ഇരുന്നു. രാമചന്ദ്രൻ ഭയത്തോടെയും പ്രാർത്ഥനയോടെയുമാണ് ദൂരെ മാറി നിന്നത്. അതിഥികൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കുമോ എന്ന് അദ്ദേഹം ഭയന്നു. എന്നാൽ സദ്യ കഴിച്ചവർ ഒന്നിനു പുറകെ ഒന്നായി പറയാൻ തുടങ്ങി. കറികളെല്ലാം വളരെ സ്വാദുള്ളതാണ്. ഈ രാത്രിയിൽ ഇത്രയും നല്ല കറിയും ചൂടുള്ള പൂരിയും കിട്ടുമെന്ന് കരുതിയതേയില്ല. പായസവും ഗംഭീരമായിട്ടുണ്ട്. ഈ വാക്കുകൾ പന്തലിൽ മുഴങ്ങിയപ്പോൾ രാമചന്ദ്രന്റെ കണ്ണുകളിൽ നിന്നും ആനന്ദ കണ്ണുനീർ ഒഴുകി. തന്റെ മകളുടെ വിവാഹം യാതൊരു അപമാനവുമില്ലാതെ അന്തസ്സോടെ നടക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. ആതിരയും തന്റെ മുറിയുടെ ജനാലിലൂടെ കിരൺ ഒരിടത്തും ഇരിക്കാതെ ഓടി നടന്ന് എല്ലാവരെയും സൽക്കരിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിലെ ഭയം ഇപ്പോൾ പൂർണ്ണമായും മാറിയിരുന്നു. താലി കെട്ടാനുള്ള ശുഭമുഹൂർത്തം അടുത്തു. വരൻ ഹരിദാസ് പട്ടുമുണ്ടും മേൽമുണ്ടും അണിഞ്ഞ് മന്ത്രകോടിയുമായി മണ്ഡപത്തിലേക്ക് കയറി. അമ്മ ജാനകിയുടെയും അനിയത്തിമാരുടെയും അകമ്പടിയോടെ ആതിര നാണത്തോടെ മണ്ഡപത്തിലേക്ക് നടന്നു വന്നു. അവളുടെ മുഖത്ത് മുൻപുണ്ടായിരുന്ന ഭയമെല്ലാം മാറി. പുതിയൊരു ജീവിതത്തിലേക്ക് ചുവട് വെക്കുന്നതിന്റെ സന്തോഷം പ്രകടമായിരുന്നു. വിവാഹ പന്തൽ മുഴുവൻ മംഗളകരമായ പ്രകാശത്താൽ ജ്വലിച്ചു നിന്നു. കിരൺ പന്തലിന്റെ വശത്ത് ജനക്കൂട്ടത്തിന് ഒരൽപ്പം പിന്നിലായി മാറി നിന്ന് ആ പവിത്രമായ നിമിഷം നോക്കിക്കണ്ടു. അവന്റെ മുഖത്ത് വലിയൊരു സംതൃപ്തിയുണ്ടായിരുന്നു. ഹരിദാസ് അരിതയുടെ കഴുത്തിൽ താലി ചാർത്തി. അവർ പരസ്പരം മാലകൾ കൈമാറി. മണ്ഡപത്തിന് മുകളിൽ പൂക്കൾ വർഷിക്കപ്പെട്ടു. അങ്ങനെ ആതിരയുടെ വിവാഹം യാതൊരു തടസ്സവുമില്ലാതെ ഭംഗിയായി നടന്നു. ഈ സമയം നാട്ടുകാരനായ ഒരു മുതിർന്ന വ്യക്തി കിരണിന്റെ അരികിൽ വന്നു നിന്ന് അവന്റെ തോളിൽ പതുക്കെ തട്ടിക്കൊണ്ട് പറഞ്ഞു. മോനെ കിരണേ, നീ ഇന്നീ പന്തലിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ രാമചന്ദ്രന്റെ കുടുംബത്തിന് വലിയൊരു നാണക്കേട് ഉണ്ടായേനെ. ആ പാവം മനുഷ്യന്റെ കണ്ണീർ തുടക്കാൻ ദൈവം നിന്നെ ഇങ്ങോട്ട് അയച്ചതാണ്. കിരൺ വിനയത്തോടെ പതുക്കെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയൊന്നും പറയരുത് അമ്മാവ. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ കാര്യമാണ്. നമുക്ക് കണ്ണിൽ ചോരയില്ലാതെ എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയും? ആരായാലും ഇതേ ചെയ്യൂ. താലികെട്ടിനു ശേഷമുള്ള മറ്റ് ചടങ്ങുകൾ പന്തലിൽ തുടർന്നുകൊണ്ടിരുന്നു. അതിഥികളെല്ലാം ഒടുവിൽ വിളമ്പിയ പായസവും കുടിച്ച് വളരെ സംതൃപ്തിയോടെ പന്തലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. വരന്റെ ഭാഗത്തു നിന്നുള്ള പല പ്രമുഖരും രാമചന്ദ്രന്റെ അരികിൽ വന്ന് കൈകൾ പിടിച്ചു പറഞ്ഞു. രാമചന്ദ്ര, സദ്യ വളരെ നന്നായിരുന്നു കേട്ടോ. ഈ രാത്രിയിലും ഇത്രയും നല്ലൊരു സൽക്കാരം ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചതേയല്ല. ഒരു കുറവുമില്ല. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ രാമചന്ദ്രന് മനസ്സിൽ ദൈവത്തോട് നന്ദി പറയുകയായിരുന്നു. നേരം പുലരാൻ തുടങ്ങിയിട്ടും കിരൺ അപ്പോഴും ഒട്ടും വിശ്രമമില്ലാതെ പന്തലിൽ ഓടി നടക്കുകയായിരുന്നു. ബാക്കിയായ സാധനങ്ങൾ ഒതുക്കാനും അതിഥികൾക്ക് വണ്ടികൾ കൃത്യമായി എടുത്തു നൽകാനും അവൻ ശ്രദ്ധിച്ചു. അവന്റെ കൂടെ വന്ന സുഹൃത്തുക്കൾ ക്ഷീണം കൊണ്ട് അവനോട് പറഞ്ഞു. കിരൺ, ഇനി കാര്യങ്ങളെല്ലാം ശുഭമായി കഴിഞ്ഞില്ലേ? നീ വന്ന് കുറച്ചു സമയം ഈ കസേരയിൽ ഇരിക്ക്. നീ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ലല്ലോ. എന്നാൽ കിരൺ ഗൗരവത്തോടെ മറുപടി നൽകി. പെൺകുട്ടിയുടെ പടിയിറക്കം കഴിഞ്ഞ് അവൾ ഭർത്താവിന്റെ വീട്ടിലേക്ക് സുരക്ഷിതമായി യാത്രയാകുന്നതുവരെ ഒരു കല്യാണവും പൂർണ്ണമാകില്ല. അതുവരെ നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം. കിരണിന്റെ ഈ വാക്കുകൾ ദൂരെ മാറി നിന്നിരുന്ന രാമചന്ദ്രൻ യാദൃശികമായി കേൾക്കാൻ ഇടയായി. ഒരു അപരിചിതനായ യുവാവിന് തങ്ങളുടെ കുടുംബത്തോടും മകളോടും തോന്നിയ ആ ഉത്തരവാദിത്തം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിരണോടുള്ള ബഹുമാനവും സ്നേഹവും ഇരട്ടിയായി വർദ്ധിച്ചു. നേരം പൂർണ്ണമായും പുലർന്നു. സൂര്യപ്രകാശം ഗ്രാമത്തിൽ പടർന്നു തുടങ്ങി. കല്യാണ ചടങ്ങുകളെല്ലാം അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നു. ആതിര ഭർത്താവിന്റെ വീട്ടിലേക്ക് പടിയിറങ്ങാനായി കണ്ണീരോടെ ഒരുങ്ങി നിന്നു. കല്യാണ വീട്ടിൽ നിന്നും മകളുടെ വേർപാടിന്റെ കരച്ചിൽ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങി. അമ്മ ജാനകി തന്റെ മൂത്ത മകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അനിയത്തിമാരായ മാളവികയും അഞ്ജനയും നന്ദനയും ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കണ്ണീർ വാർത്തു. രാമചന്ദ്രനും തന്റെ സങ്കടം അടക്കിപ്പിടിക്കാൻ പാടുപെടുകയായിരുന്നു. കിരൺ പന്തലിന്റെ ഒരു കോണിൽ നിശബ്ദനായി മാറി നിന്ന് ഇതെല്ലാം നോക്കുകയായിരുന്നു. ഈ വികാരനിർഭരമായ രംഗം അവന്റെ സ്വന്തം പഴയകാല കുടുംബ ഓർമ്മകളെ ഉണർത്തിയിരിക്കാം. ഈ സമയം രാമചന്ദ്രൻ പതുക്കെ അവന്റെ അരികിലേക്ക് നടന്നു വന്നു. അദ്ദേഹം കിരണിന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. മോനെ, ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ ഈ
ഉപകാരം മറക്കില്ല. നീ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നെന്റെ കുടുംബം നാണം കെട്ടേനെ. കിരൺ ഉടൻ തന്നെ രാമചന്ദ്രന്റെ കൈകൾ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു, അങ്കിൾ, അങ്ങനെ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കരുത്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനു വേണ്ടി ചെയ്യേണ്ട കടമ മാത്രമാണ് ഞാൻ ചെയ്തത്. ഇതിൽ ഉപകാരമായി ഒന്നും കാണേണ്ടതില്ല. എങ്കിലും രാമചന്ദ്രന്റെ കണ്ണീർ അടക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആദ്യമായി ഒരു അപരിചിതനായ ചെറുപ്പക്കാരനെ സ്വന്തം മകനെ പോലെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആതിരയുടെ പടിയിറക്കത്തിനുള്ള സമയമായി. അവൾ കരഞ്ഞുകൊണ്ട് അമ്മയോടും സഹോദരിമാരോടും യാത്ര പറഞ്ഞു. കല്യാണ വീട് മുഴുവൻ വികാരഭരിതമായി. പെട്ടെന്ന് പന്തലിന്റെ ഒരു കോണിൽ നിശബ്ദനായി നിന്നിരുന്ന കിരണിന്റെ മേൽ ആതിരയുടെ ദൃഷ്ടി പതിഞ്ഞു. അവൾ പതുക്കെ കിരണിന്റെ അരികിലേക്ക് നടന്നു ചെന്നു. അവൾ കൈകൾ കൂപ്പി വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ചേട്ടാ, ഇന്ന് ചേട്ടൻ ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ ജീവിതം എന്താകുമായിരുന്നുവെന്ന് എനിക്കറിയില്ല. എന്റെ അച്ഛന്റെ മാനം കാത്തതിന് ഒത്തിരി നന്ദി. കിരൺ ഒരു നിമിഷം വികാരധീനനായി. പിന്നീട് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എപ്പോഴും സന്തോഷമായിരിക്കും മോളെ. പുതിയ ജീവിതത്തിന് എല്ലാ ആശംസകളും. എന്റെ പ്രാർത്ഥനകൾ ഉണ്ടാകും. ഹരിദാസിന്റെ വണ്ടി മുന്നോട്ട് വന്നു. ആതിര വണ്ടിയിൽ കയറി യാത്രയായി. വണ്ടി പതുക്കെ ഗ്രാമത്തിന്റെ അതിർത്തി കടന്ന് പോകുന്നത് നോക്കി രാമചന്ദ്രനും ജാനകിയും കണ്ണീരൊഴുക്കി. എന്നാൽ ഇത്തവണ ആ കണ്ണീരിൽ സങ്കടം മാത്രമല്ല, വലിയൊരു ആശ്വാസവും ഉണ്ടായിരുന്നു. അതിഥികളെല്ലാം പിരിഞ്ഞു പോയതിനു ശേഷം കിരൺ തന്റെ സുഹൃത്തുക്കളോടൊപ്പം തിരികെ പോകാൻ തുടങ്ങി. എന്നാൽ രാമചന്ദ്രൻ അവന്റെ കൈകൾ പിടിച്ചു നിർത്തി. മോനെ, നീ ഇനി വീട്ടിൽ ഒരു അതിഥിയല്ല. നീ ഞങ്ങളുടെ സ്വന്തം ആളാണ്. ഇവിടെ അല്പം വിശ്രമിച്ചിട്ടേ പോകാവൂ. ജാനകിയും കിരണിന്റെ അരികിലേക്ക് വന്നു. അവർ പറഞ്ഞു, മോനെ, നീ ഞങ്ങളുടെ മാനം കാത്തു. അല്ലെങ്കിൽ ഞങ്ങൾ ആകെ തകർന്നു പോയേനെ. കിരൺ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, മനുഷ്യൻ മനുഷ്യനെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ജീവിതം? കിരൺ തിരികെ പോകുന്നതിനു മുമ്പ് പാചകപ്പുരയിലെ കാര്യങ്ങളെല്ലാം ഒതുക്കാൻ സുഹൃത്തുക്കളെ സഹായിച്ചു. അത്രയും വലിയ പ്രതിസന്ധിയിലും അവൻ പാചകക്കാരനായ നാരായണന്റെയും രാത്രി സാധനങ്ങൾ എത്തിച്ച കടക്കാരന്റെയും പണം സ്വന്തം കയ്യിൽ നിന്നും നൽകി തീർത്തിരുന്നു. രാമചന്ദ്രൻ ഇതറിഞ്ഞപ്പോൾ ഓടി വന്ന് പറഞ്ഞു, മോനെ, ഇത്രയും തുക നീ ചിലവാക്കി. ഞാനിത് പതുക്കെ കടം വാങ്ങി നിനക്ക് തന്നു തീർക്കാം. എന്നാൽ കിരൺ സ്നേഹത്തോടെ അത് തടഞ്ഞു. അങ്കിൾ, പണത്തെക്കുറിച്ച് ഓർത്ത് ഇപ്പോൾ വിഷമിക്കേണ്ട. എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞല്ലോ, അത് മതി. കിരൺ തന്റെ വണ്ടിയുമായി പതുക്കെ മണ്ണാർക്കാട് ഗ്രാമത്തോട് വിട പറഞ്ഞു പോകുന്നത് നോക്കി രാമചന്ദ്രൻ വളരെ നേരം ഉമ്മറത്ത് നിന്നു. ഈ സ്വാർത്ഥമായ കാലത്ത് ഒരു അപരിചിതൻ തങ്ങൾക്ക് വേണ്ടി സ്വന്തം പണവും സമയവും ചിലവഴിച്ച് ഇത്രയും ചെയ്യുമെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ കിരണിനോടുള്ള കടപ്പാട് ഒരു വലിയ പ്രാർത്ഥനയായി മാറി. ആതിരയുടെ വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ പിന്നിട്ടു. വലിയൊരു കടബാധ്യതയുടെ നടുവിലും രാമചന്ദ്രന്റെ കുടുംബം ആദ്യമായി വലിയൊരു ആശ്വാസം അനുഭവിച്ചു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടന്നപ്പോൾ രാമചന്ദ്രൻ ഭാര്യ ജാനകിയോട് തന്റെ മനസ്സിൽ തോന്നിയ കാര്യം പങ്കുവെച്ചു. ജാനകി, ആ പരീക്ഷണ രാത്രിയിൽ ദൈവം നമുക്ക് അയച്ചു തന്ന മകനാണ് കിരൺ. അവനെ പോലൊരു ചെറുപ്പക്കാരൻ നമ്മുടെ രണ്ടാമത്തെ മകളായ മാളവികക്ക് ഭർത്താവായി വന്നാൽ നമ്മുടെ മകളുടെ ജീവിതം സുരക്ഷിതമായിരിക്കും. ജാനകിയുടെ മനസ്സിലും ഇതേ ആഗ്രഹമുണ്ടായിരുന്നു. അവരും സന്തോഷത്തോടെ അത് സമ്മതിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ആതിര തന്റെ ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷവതിയായിരുന്നു. രാമചന്ദ്രന്റെ വീട്ടിൽ എല്ലാ ദിവസവും കിരണിനെ കുറിച്ചുള്ള സംസാരങ്ങൾ നടക്കുമായിരുന്നു. അനിയത്തിമാരായ അഞ്ജനക്കും നന്ദനക്കും കിരൺ സ്വന്തം ചേട്ടനെ പോലെയാണ്. എന്നാൽ രണ്ടാമത്തെ മകൾ മാളവികയുടെ മനസ്സിൽ കിരണിനോടുള്ള ഒരു പ്രത്യേക ബഹുമാനവും പ്രണയവും മുട്ടിട്ട് തുടങ്ങിയിരുന്നു. കിരണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ താൻ ചെയ്ത വലിയ ഉപകാരത്തെക്കുറിച്ച് ഒരിക്കൽ പോലും ആരോടും സംസാരിച്ചിരുന്നില്ല എന്നതാണ്. അവൻ ഇടയ്ക്കിടെ രാമചന്ദ്രനെ ഫോണിൽ വിളിച്ച് സുഖവിവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു. ഒരു ദിവസം ജാനകി ഫോണിൽ സംസാരിക്കുമ്പോൾ സ്നേഹത്തോടെ പറഞ്ഞു, മോനെ, നീ ഇപ്പോൾ ഈ വീടിന്റെ ഒരു അംഗമായി കഴിഞ്ഞു. കിരൺ മറുപടി നൽകി, അമ്മേ, എന്നെ മകനായി സ്വീകരിച്ച സ്ഥിതിക്ക് ഞാൻ എങ്ങനെ ഈ കുടുംബത്തിന് അപരിചിതനാകും? അങ്ങനെ അവരുടെ ബന്ധത്തിൽ വലിയൊരു ആത്മബന്ധം വളർന്നു വന്നു. വിവാഹം കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടപ്പോൾ ഒരു വണ്ടിയുടെ ആവശ്യത്തിനായി കിരൺ പാലക്കാട്ടേക്ക് വന്നു. വിവരമറിഞ്ഞ രാമചന്ദ്രൻ അവനെ നിർബന്ധപൂർവം സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചു. ജാനകി അവനായി സ്വാദിഷ്ടമായ നാടൻ വിഭവങ്ങൾ പാകം ചെയ്തു. അനിയന്മാർ അവന്റെ ചുറ്റും വന്നിരുന്ന് വണ്ടികളെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. മാളവിക നാണത്തോടെ അവനാവശ്യമായ വെള്ളവും ചായയും നൽകി. ഭക്ഷണം കഴിച്ചതിനു ശേഷം രാത്രി എല്ലാവരും ഉമ്രത്ത്
ഒത്തുകൂടിയിരുന്നപ്പോൾ രാമചന്ദ്രൻ കുറച്ചു സമയം നിശബ്ദനായി ഇരുന്നു. തന്റെ മനസ്സിലുള്ള വലിയ കാര്യം എങ്ങനെ പറയണമെന്ന് അദ്ദേഹം ആലോചിക്കുകയായിരുന്നു. ഒടുവിൽ അദ്ദേഹം പതുക്കെ കിരണിന്റെ അരികിലേക്ക് വന്നിരുന്ന് പറഞ്ഞു, "മോനെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ വിഷമം തോന്നരുത്." കിരൺ അത്ഭുതത്തോടെ പറഞ്ഞു, "എന്താണ് അങ്കിൾ? ധൈര്യമായി പറയൂ." രാമചന്ദ്രൻ ഒരു ദീർഘശ്വാസം എടുത്ത് പറഞ്ഞു, "നീ ഞങ്ങളുടെ മാളവികയെ വിവാഹം കഴിച്ച് ഈ വീടിന്റെ യഥാർത്ഥ അവകാശിയാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു." രാമചന്ദ്രന്റെ വാക്കുകൾ കേട്ട് കിരൺ ഒരു നിമിഷം നിശബ്ദനായി. ഒരു സാധാരണ വണ്ടിക്കാരനായ തനിക്ക് ഇത്രയും വലിയൊരു ബഹുമതി ലഭിക്കുമെന്ന് അവൻ ഒട്ടും കരുതിയിരുന്നില്ല. അവൻ പതുക്കെ പറഞ്ഞു, "അങ്കിൾ, ഞാൻ വളരെ സാധാരണക്കാരനാണ്. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് അനിയന്മാരെ വളർത്താൻ ചെറിയ പ്രായത്തിൽ ജോലിക്ക് ഇറങ്ങേണ്ടി വന്നവനാണ്. ഞാൻ വലിയ സ്വപ്നങ്ങളൊന്നും കാണിക്കുന്ന ആളല്ല." ഈ സമയം ജാനകി മുന്നോട്ട് വന്ന് പറഞ്ഞു, "മോനെ, ഞങ്ങൾക്ക് വലിയ സ്വപ്നങ്ങളോ പണമോ വേണ്ട. എന്റെ മകളെ നന്നായി നോക്കുന്ന നല്ലൊരു മനുഷ്യനെയാണ് ആവശ്യം. അത് നീയാണ്." കിരണിന്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ ഉള്ളിൽ നിന്നും മാളവിക ചായയുമായി വന്നു. അവളുടെ തല താഴ്ന്നിരുന്നു, മുഖത്ത് നാണം പടർന്നിരുന്നു. കിരൺ മാളവികയെ ഒന്നും നോക്കിയതിനു ശേഷം പതുക്കെ പറഞ്ഞു, "മാളവികക്ക് ഈ ബന്ധത്തിൽ പൂർണ്ണ സമ്മതമാണെങ്കിൽ എനിക്കിത് ഭാഗ്യമാണ്." ഇത് കേട്ടതും ജാനകിയുടെയും രാമചന്ദ്രന്റെയും മനസ്സിൽ വലിയൊരു ഭാരം ഒഴിഞ്ഞുപോയി. അങ്ങനെ മാളവികയുടെയും കിരണിന്റെയും വിവാഹം ഉറപ്പിച്ചു. ഒരു മാസത്തിനു ശേഷം മണ്ണാർക്കാട് ഗ്രാമത്തിലെ ആ ചെറിയ വീട് വീണ്ടും കല്യാണത്തിനായി ഒരുങ്ങി. എന്നാൽ ഇത്തവണ രാമചന്ദ്രന്റെ മുഖത്ത് കടബാധ്യതകളുടെ ഭാരമില്ലായിരുന്നു, മറിച്ച് വലിയൊരു സന്തോഷമായിരുന്നു. കല്യാണത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും കിരൺ തന്നെയായിരുന്നു മുന്നിൽ നിന്ന് നടത്തിയത്. അവൻ പറഞ്ഞു, "അച്ഛാ, ഇത്തവണ നമ്മൾ ആരുടെയും മുന്നിൽ നിന്ന് ഒരു രൂപ പോലും കടം വാങ്ങില്ല. ലളിതമായി നമുക്കിത് നടത്താം." നാട്ടുകാരും അത്ഭുതപ്പെട്ടു. കഴിഞ്ഞ കല്യാണത്തിന് അപരിചിതനായി വന്ന് തകരുമായിരുന്ന ഒരു കുടുംബത്തെ രക്ഷിച്ച അതേ യുവാവാണ് ഇന്ന് ഈ വീടിന്റെ മരുമകനായി വന്നിരിക്കുന്നത്. മാളവിക വധുവിന്റെ വേഷത്തിൽ അതീവ സുന്ദരിയായിരുന്നു. മണ്ഡപത്തിലിരുന്ന കിരൺ രാമചന്ദ്രനെയും ജാനകിയെയും നോക്കി പുഞ്ചിരിച്ചു. വിവാഹം വളരെ ലളിതമായാണ് നടന്നതെങ്കിലും അതിലുണ്ടായിരുന്ന സ്നേഹവും നന്മയും എല്ലാവരുടെയും ഹൃദയം തൊട്ടു. യാത്രയപ്പ് സമയത്ത് ജാനകി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, "മോനെ, ഞങ്ങളുടെ മകൾ ഇനി നിന്റെ തണലിലാണ്." കിരൺ അവരുടെ പാദങ്ങൾ തൊട്ട് വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, "അമ്മേ, അവൾ ഇനി നിങ്ങളുടെ മകൾ മാത്രമല്ല, എന്റെ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്." രാമചന്ദ്രന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു രാത്രി തങ്ങളുടെ മാനം കാത്ത ആ യുവാവിന്ന് തങ്ങളുടെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ തണലായി മാറി. ഒരു മനുഷ്യന്റെ യഥാർത്ഥ മൂല്യം അവന്റെ പണത്തിലല്ല, മറിച്ച് അവന്റെ സ്വഭാവത്തിലും പ്രതിസന്ധികളിൽ മറ്റുള്ളവർക്ക് നൽകുന്ന തണലിലുമാണ് എന്ന വലിയ സന്ദേശത്തോടെ ഈ ഹൃദയസ്പർശിയായ കഥ ഇവിടെ അവസാനിക്കുന്നു.